ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്ന് രാത്രിയിൽ ഇന്ന് രാത്രിയിലുള്ള ദൈവവചന ചിന്തയ്ക്കായിട്ട് നമുക്ക് വായിക്കാം. ഫിലിപ്പി ലേഖനം അതിന്റെ 4-ാം അധ്യായം 4-ാം വാക്യം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 വേഴ്സ് 4. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് പിന്നെയും ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മൾ റിജോയ്സ് ഓൾവേസ് ഇൻ ദ ലോർഡ്. റിജോയ്സ് ഓൾവേസ് ഇൻ ദ ലോർഡ്. കർത്താവിൽ സന്തോഷിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്, പണ്ട് പാടുമായിരുന്നു അല്ലേ? കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കുന്ന ആൾ അവനൻ ബലം, അവൻ എൻ്റെ സങ്കേതം, വിശ്രമം നാൾതോറും അവൻ എൻ്റെ സർവവുമേ. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ സന്തോഷം, ജോയ്, നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചുകൊണ്ടിരുന്നത് ഹാപ്പി അല്ല, ജോയ്. ഇറ്റ്സ് നത്തിങ് അബൌട്ട് ഹാപ്പി, ഇറ്റ്സ് അബൌട്ട് ജോയ്. ഹാപ്പി ഈസ് ഫ്രം outside to inside, but joy is to inside, from inside to outside. അതാണ് ജോയ്. ഇപ്പം ജോയും ഹാപ്പിയും അത് നമ്മളെ വചനത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് അതിന്റെ വാക്യങ്ങളൊന്ന് വായിക്കാം. എബ്രായ ലേഖനം അതിന്റെ 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം വായിക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. നമ്മൾ ഇന്നലെ വായിച്ച വാക്യമാണ്, ഒന്നുകൂടെ വായിക്കാം. എബ്രായ ലേഖനം 12:2. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്തു അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, യേശുക്രിസ്തു തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് 2 കാര്യം ചെയ്തു. അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. അപ്പൊ അവിടെ യേശുവില് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അപ്പൊ കർത്താവ് ആ ക്രൂശിനെ സഹിക്കാനും അപമാനത്തെ അലക്ഷ്യമാക്കാനും കർത്താവിനെ സഹായിച്ച കാര്യം എന്ന് പറഞ്ഞത്, കർത്താവ് എപ്പോഴും തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷത്തെ മാത്രമേ ഓർക്കത്തുള്ളൂ, വേറൊരു കാര്യം ഓർമ്മയില്ല. അപ്പൊ ആ ക്രൂശിൽ കിടക്കുമ്പോഴും കർത്താവ് എന്തിനെ കുറിച്ച് ഓർക്കുന്നുള്ളൂ? സന്തോഷം, മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം. നമ്മുടെ ജീവിതത്തില് ജയാളികളായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മിൽ വേണ്ട ഒരു ക്യാരക്ടറാണ് ഏത് പ്രതിസന്ധികളുടെ നടുവിലും സന്തോഷമായി. നമ്മൾ ഇന്നലെ വായിച്ച വാക്യം ഒന്നുകൂടെ വായിക്കാം. 1 തെസ്സലോനിക്ക ലേഖനം അതിന്റെ 1-ാം അധ്യായം 6-ാം വാക്യം. 1 തെസ്സലോനിയൻസ് 1:6. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. നിങ്ങൾ ഈ പ്രശ്നങ്ങൾ വന്ന ഉടനെ കർത്താവിനെ വിട്ടിച്ചു പോയില്ല. ആ ട്രയൽസ് എന്ന് പറയാം, അതുപോലെ വന്നപ്പോഴും നിങ്ങൾ എന്ത് ചെയ്തു? വചനത്തെ കൈക്കൊണ്ടു. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 21-ാം വാക്യം. ജോൺ 16:21. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 21-ാം വാക്യം. സ്ത്രീ പ്രസവിക്കുമ്പോൾ തന്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷം നിമിത്തം അവൾ തന്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല. ഇവിടെ വചനം എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാ പറയുന്നത്. ഒരു സ്ത്രീ തന്റെ പ്രസവത്തോടടുക്കും അവൾക്ക് ദുഃഖമുണ്ട്. പക്ഷേ പ്രസവിച്ചതിന് ശേഷം ഒരു മനുഷ്യനെ ഭൂമിയിലേക്ക് വന്നു എന്നത് നിമിത്തം അവൾ സന്തോഷിക്കുന്നു.
പിന്നെ അവളുടെ കഷ്ടത്തെ ഓർക്കുന്നതുമില്ല. ആമേൻ. അപ്പൊ അവിടെ ആ ഒരു വേദന, ആ ഡെലിവറിയുടെ പെയിൻ, അതിനെ നിസാരവൽക്കരിക്കാനായിട്ട് ആ സ്ത്രീയെ സഹായിക്കുന്ന എന്താണെന്നറിയാമോ? അവളുടെ അകത്തറിയാം, ഇതൊരു രോഗമല്ല, ഇതൊരു മരണമല്ല, ഇതൊരു തകർച്ചയല്ല, ഇത് ഞാൻ പുതിയതൊന്നിനെ പ്രാപിക്കുന്ന, എനിക്ക് കർത്താവ് തരുന്ന സന്തതിയെ പ്രാപിക്കുന്ന സമയമാണ്. ആ ഒരു ബോധ്യം അകത്തുള്ളപ്പോൾ അവളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്ത് സംഭവിക്കുന്ന അറിയാമോ? അവൾ സന്തോഷിക്കും. 1, 2 കഷ്ടതയെ മറക്കും. ആമേൻ. അപ്പൊ എങ്ങനെയാണ് സന്തോഷിക്കുന്നത്? സന്തോഷിക്കുന്നത് എങ്ങനെയാണ്? എപ്പോഴാ സന്തോഷിക്കുന്നത്? ചിന്തിച്ചു നോക്കിക്കേ. ആ കുഞ്ഞിനെ ജനിച്ച് ആ കുഞ്ഞിനെ കാണുമ്പോ എന്തു മറന്നു? ദുഃഖം മറന്നു. അപ്പൊ നമ്മള് സന്തോഷിക്കണം. എന്ത് ചെയ്യണം എന്നറിയാമോ? നമ്മുടെ ശ്രദ്ധ മാറ്റണം. നമ്മളിങ്ങനെ കയ്യിലൊരു മുഴയുണ്ടായിരുന്നു, സൗഖ്യമാകാനായിട്ട് പ്രാർത്ഥിച്ചു. എപ്പോഴെപ്പോഴും തടവി നോക്കിക്കൊണ്ടിരിക്കുക, അവിടെ ഉണ്ടോ പോയോ. ആരാണ്ട് പണ്ട് പറഞ്ഞ പോലെ മലയുടെ മുമ്പിൽ പോയിന്ന് പ്രാർത്ഥനയാ. മല മാറിപ്പോട്ടെ. 3 ദിവസം ഉപവാസം ഇരുന്നു, 41 ദിവസം ഇരുന്നു. മാറാതെ വന്നപ്പോ അമ്മച്ചി പറഞ്ഞു, അല്ലേലും എനിക്ക് അറിയാമായിരുന്നു ഈ മല പോകത്തില്ല. അപ്പൊ പ്രാർത്ഥിച്ചത് കടമ തീർക്കാൻ പ്രാർത്ഥിച്ചു എന്നുള്ള വിശ്വാസത്തോടല്ല ചെയ്ത്. ഇത് നമുക്ക് നമ്മുടെ ശ്രദ്ധ മാറണം. നമ്മുടെ അറ്റൻഷൻ ചേഞ്ച് ചെയ്യണം. അതാണ് നമ്മുടെ ഈ വചന കേൾവിയിലൂടെ സംഭവിക്കുന്ന ഒരു കാര്യം. അതാണ് എന്താണ്? നമ്മുടെ ശ്രദ്ധയെ മാറ്റണം. നമ്മുടെ ശ്രദ്ധ, പലപ്പോഴും നമ്മൾ എന്തിനാണോ ശ്രദ്ധിക്കുന്നത് നമ്മൾ അതായിട്ട് മാറും, അല്ലെ? ഞാനിതിന് ചില കാരണങ്ങൾ പറയാം, ഉദാഹരണങ്ങൾ പറയാം. ചിലരെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, അവർ വലിയ കഷ്ടത്തിലാണ്, അവര് വളരെ കഷ്ടത്തിലാണ്. എന്താ കാര്യം? അവർ കഷ്ടത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവർ കഷ്ടത്തിലാണ്. അവര് രോഗത്തില, കാരണം അവര് രോഗത്തിൽ ഫോക്കസ് ചെയ്തിരിക്കുക. അവിടെ രോഗം. അവൻ ഭയങ്കര ദേഷ്യത്തില, കാരണം ദേഷ്യം അവനിൽ മുന്നിൽ നിൽക്കുക. ദേഷ്യത്തില. അപ്പൊ ദേഷ്യത്തിലാണെന്ന് പറയുന്നത് അവൻ നിൽക്കുന്ന സ്ഥലത്തെ കുറിച്ച് പറയുന്നതല്ല. നിരാശയിലാണെന്ന് പറഞ്ഞ് അവൻ നിൽക്കുന്ന സ്ഥലത്തെ കുറിച്ച് പറയുന്നതല്ല. അവന്റെ മൂഡ്, നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ അവന്റെ മൂഡ്, അവന് ഏത് മനോഭാവത്തോടെ ആയിരിക്കുന്നു അതിനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കഷ്ടത്തിൽ, ദേഷ്യത്തിൽ, പ്രയാസത്തിൽ, രോഗത്തിൽ, ഭയത്തിൽ എന്നൊക്കെ പറയാം. അങ്ങനെയാണ് കർത്താവിൽ ആകുന്നത്. എങ്ങനെയാ? അതിന് ചോദ്യത്തിന് മറുപടി പറഞ്ഞേ. അതായത് ഭയത്തിൽ എന്ന് പറഞ്ഞാൽ ഒരാൾ ഭയത്തെ കുറിച്ച് മാത്രം ഫോക്കസ് ചെയ്ത് ഭയത്തിൽ കിടക്കുന്ന ആളെ ഭയത്തിൽ എന്ന് പറയുമ്പോ, ദേഷ്യത്തോടെ കാര്യം ചെയ്യുന്ന ആളെ ദേഷ്യത്തിൽ എന്ന് പറയുമ്പോ, അങ്ങനെയാണെങ്കിൽ കർത്താവിലാകുന്നത് എങ്ങനെയാണ്? എങ്ങനെയാ കർത്താവിലാകുന്നത്? ദേഷ്യത്തിലാകാനായിട്ട് ദേഷ്യപ്പെട്ട് ഇറിറ്റേറ്റഡ്, അതിന്റെ എക്സ്പ്രഷൻ കാണിച്ചു, ബഹളം വെച്ചു, ചവിട്ടി ബഹളം വെച്ചു, ഇതെല്ലാം ദേഷ്യത്തിൽ. സങ്കടത്തിൽ എന്ന് പറയുമ്പോൾ കരഞ്ഞു, നിലവിളിച്ചു, തലയിൽ കൈവച്ചു, എന്തെല്ലാം ബഹളം വെച്ചു. അപ്പോ ആ ദേഷ്യത്തിൽ, സങ്കടത്തിൽ, ഭയത്തിൽ എന്നൊക്കെ പറയുമ്പോൾ ആ അകത്തെ ഇമോഷൻസ് അകത്തും പുറത്തും ഒരുപോലെ വെളിപ്പെടുകയും അതിനകത്ത് ഇമേഴ്സ്ഡ് ആകുമ്പോൾ ആളുകൾ പറയും അവൻ വലിയ ഭയത്തിലാണ്, വലിയ നിരാശയിലാണ്, ദേഷ്യത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഒരുവൻ ക്രിസ്തുവിലാകുന്നത് എങ്ങനെയാണ്? അകത്തവൻ ക്രിസ്തുവിനെ കുറിച്ച് ധ്യാനിച്ച് ക്രിസ്തുവിനെ വെളിപ്പെടുത്തും. അതാണ് ഒരുവൻ ക്രിസ്തുവിലാവുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രിസ്തു തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. ഒരു സ്ത്രീ തനിക്ക് വേദന വരുമ്പോൾ ദുഃഖമുണ്ടെങ്കിലും
ഒരു കുഞ്ഞിന്റെ ഡെലിവറി കഴിയുമ്പോൾ ഹാപ്പി അല്ല, ജോയ്. എന്താണെന്നറിയാമോ? അവളുടെ വേദനയുടെ ഫലം അവൾ കണ്ടു. നമുക്ക് വായിക്കാം റോമാലേഖനം 8-18 വാക്യം. റോമൻസ് 8:18. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ. നിങ്ങൾ നല്ലപോലെ, അതായത് ഞാൻ ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? അതായത് നിങ്ങൾ ഇതിങ്ങനെ അതായത് അലക്ഷ്യത്തോടിരുന്നാൽ ഈ പറയുന്ന വേർഡ് നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തത്തില്ല. ആ വേർഡ് ഉള്ളിലെത്തുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു. നിങ്ങൾ ആള് മാറും. വെളിപ്പാട്. അതായത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 16-17 വായിച്ചിട്ട് ഞാൻ ആ ചോദ്യം ചോദിക്കാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 16-17 വാക്യം. മാത്യു 16:16-17. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്നായ എന്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. അപ്പൊ ഇവിടെ യേശു ദൈവപുത്രൻ എന്ന് പത്രോസ് പറഞ്ഞപ്പോ യേശു പറയുകയാണ്, നിനക്കിത് വെളിപ്പെട്ടതാ. ഇത് ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ പിതാവ് നിനക്കിത് വെളിപ്പെടുത്തി. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പൊ വെളിപ്പെട്ടപ്പോഴാണോ പത്രോസിന് യേശു ദൈവത്തിനാണ് വെളിപ്പെട്ടപ്പോഴാണ് യേശു ക്രിസ്തുവായത്? അല്ല നേരത്തെ തന്നെ ക്രിസ്തു ആയിരുന്നോ? ക്രിസ്തു ആയിരുന്നു. ഓക്കെ, ഒരു വാക്യം കൂടെ വായിക്കും. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം. ജോൺ 2:11. യോഹന്നാൻ 2:11. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു, തന്റെ മഹത്വം വെളിപ്പെടുത്തി. അപ്പൊ വെളിപ്പെടുത്തിയപ്പോഴാണോ അവന്റെ അകത്ത് മഹത്വം വന്നത്? നേരത്തെ ഉണ്ടായിരുന്ന മഹത്വം വെളിപ്പെടുത്തിയതാണോ? ഉണ്ടായിരുന്ന മഹത്വം വെളിപ്പെടുത്തിയത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മിൽ വെളിപ്പെടാതിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ എന്ന് പറഞ്ഞാൽ, വെളിപ്പെടുക എന്ന് പറയുന്നത് അപ്പോൾ ഉണ്ടായി വരുന്നതാണോ, നേരത്തെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അറിയുന്നതാണോ? എന്താണ് വെളിപ്പാട്? ഉണ്ടായിരുന്നത് വെളിപ്പെട്ടു വരുന്ന, അല്ലെ? താങ്ക് യു. നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ സന്തോഷമുണ്ട്. അപ്പൊ അന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മിൽ വെളിപ്പെടാതിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ എന്ന് പറഞ്ഞാൽ, ഞാനൊരു കാര്യം പറയാം. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നിങ്ങൾക്ക് ഒരാൾക്ക് ഒരു മുട്ടിന് വേദന വന്നു. ഇന്നലെ രാത്രി ഒരു മാതാവ് ഒരു മകനെ കുറിച്ച് ഇച്ചിരി പ്രയാസത്തോടു കൂടെ, ഒരു ചെറിയ ശാരീരികമായ പ്രയാസത്തോടെ എനിക്കൊരു മെസ്സേജ് അയച്ചു. ഞാൻ ആ ഉദാഹരണം എടുക്കാം. അതിനു വേണ്ടി പ്രാർത്ഥിച്ചു. അമ്മ പ്രാർത്ഥിച്ചു. അച്ഛൻ പ്രാർത്ഥിച്ചില്ല, പാസ്റ്റർ പ്രാർത്ഥിച്ചില്ല, തിരുമേനി പ്രാർത്ഥിച്ചില്ല, അമ്മ പ്രാർത്ഥിച്ചു. ആ വിഷയം, ആ പ്രയർ റിക്വസ്റ്റ് അയച്ച അമ്മ അങ്ങ് പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തിൽ ആ കുഞ്ഞിനെ മേലിരിക്കുന്ന ദുരാത്മാവ് വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. അവന് സൗഖ്യമായപ്പോ ദൈവത്തിന് സൗഖ്യമാക്കാൻ ശക്തി ഉണ്ടെന്നുള്ളതാണോ വെളിപ്പെട്ടത്? ഇല്ല, ദൈവശക്തി എന്നിലുണ്ടെന്നുള്ള കാര്യം ആ അമ്മയ്ക്ക് വെളിപ്പെടുകയാണ്. എന്താ വെളിപ്പെട്ടത്? നിങ്ങളിപ്പോ പോയിന്റിലെത്തി. ഇതാ ഞാൻ പറഞ്ഞത്, ശ്രദ്ധിച്ചിരിക്കണം. അതായത് കണ്ടോ, മനസ്സിലായോ? വെളിപ്പെടാതിരിക്കുന്ന തേജസ് എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നത്തിന് ചവിട്ടി അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നീ അറിയുന്ന, ആഹാ, ഇത് എന്റെ അകത്ത് ഉണ്ടായിരുന്നോ? ഇങ്ങനൊരു ശക്തി എന്റെ അകത്ത് ഉണ്ടായിരുന്നോ? ഞാൻ പ്രാർത്ഥിച്ച് സൗഖ്യമാകുമായിരുന്നോ? എടാ, ഞാൻ കൽപ്പിച്ച പിശാച് പോകുമായിരുന്നു. ഞാൻ ഇപ്പോഴാണല്ലോ അറിഞ്ഞത്. വെളിപ്പെടാതിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ
ഇപ്പോഴത്തെ കഷ്ടങ്ങൾ സാരമില്ല. നിന്റെ അകത്ത് ഇപ്പോൾ സാഹചര്യങ്ങളെ ജയിക്കുന്ന ഒരു അധികാരം ഇരിപ്പുണ്ട്. സാഹചര്യങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു അധികാരം നിന്റെ അകത്ത് ഇരിപ്പുണ്ട്. അതിനെ മറികടക്കുന്ന ഒരു അഭിഷേകം നിന്റെ അകത്ത് ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശു വെള്ളത്തിനുമേൽ നടന്നപ്പോ ശിഷ്യന്മാർക്ക് വെളിപ്പാട് കിട്ടി, ഇവനത് നടക്കാൻ സാധിക്കുമെന്ന്. അപ്പോൾ ഇവർക്ക് വെളിപ്പെട്ട് കഴിഞ്ഞല്ല അവൻ നടന്നത്, അവൻ നടന്നപ്പോൾ അവർക്ക് വെളിപ്പെട്ടെന്നുള്ളതേ ഉള്ളൂ. ഇവന്റെ അകത്ത് നേരത്തെ തന്നെ അധികാരം ഇരിപ്പുണ്ട്. ഇന്ന് രാത്രി നിങ്ങളോട് ഞാൻ പറയാ, നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന സകല പ്രശ്നങ്ങളെ നീ തരണം ചെയ്ത് അക്കരെ പോയി നിന്നിട്ട് നീ പറയുന്നില്ല എന്നിൽ വെളിപ്പെടാതിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഇപ്പോഴത്തെ കഷ്ടങ്ങൾ സാരമില്ല. എപ്പോഴാണെന്നറിയാമോ? ഈ കട്ടത്തെ ചവിട്ടി അപ്പുറത്ത് പോയി നിൽക്കുമോ എന്റെ അകത്തൊരു ബോധ്യം ഉണ്ടാകും. ഓ, ഇങ്ങനെ ഒരു അഭിഷേകം എന്റെ അകത്ത് ഉണ്ടായിരുന്നല്ലേ, ഇത്രത്തോളം വചനം പറയാൻ അഭിഷേകം എനിക്കുണ്ടായിരുന്നല്ലേ, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരു അഭിഷേകം എന്റെ അകത്ത് ഉണ്ടായിരുന്നല്ലേ. ഓ, അപ്പോഴാ തിരിച്ച് ഇതാണ് വെളിപ്പെടുന്ന തേജസ്. ആമേൻ. ചിലപ്പോ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, ചിലരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അവർ ഇല്ല പ്രാർത്ഥിക്കുന്നില്ല. പക്ഷെ ചിലപ്പോ അവർ പ്രാർത്ഥിച്ചു തുടങ്ങിയുണ്ടല്ലോ, ആ പ്രാർത്ഥന നിർത്തിക്കഴിഞ്ഞാൽ ഓ മൈ ഗോഡ്, എനിക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമായിരുന്നോ? മെസ്സേജ് പറയാൻ, അവർ വചനം പറയാൻ പറഞ്ഞു, അവർ ഇല്ല എനിക്ക് പേടിയാ. പക്ഷെ അവരൊന്ന് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് എനിക്കിത് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോഴ് വെളിപ്പെടാനിരിക്കുന്ന തേജസ് എന്ന് പറഞ്ഞാൽ ഈ ഇപ്പം കഷ്ടത അനുഭവിച്ചിട്ട് ഇതെല്ലാം കൂടെ മാറിക്കഴിയുമ്പോൾ ഒരു തേജസ് വെളിപ്പെടുമെന്നല്ല. ഈ കഷ്ടതയിൽ കൂടെ പോകുമ്പോ ഈ കഷ്ടതയെ വകവെക്കാതിരിക്കുന്ന ഒരു മഹത്വം നിന്റെ അകത്തിരിപ്പുണ്ട്. നീ അതിനെ ചവിട്ടി അപ്പുറത്ത് കടക്കുമ്പോൾ നീ പറയും എന്നിൽ വെളിപ്പെടാതിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ കഷ്ടങ്ങൾ സാരമില്ല. ദാനിയേലേ, സിംഹം നിന്നെ തൊടാൻ കഴിയാത്തൊരു അഭിഷേകം നിന്റെ അകത്തുണ്ട്. പക്ഷെ അതിനകത്ത് ഇറങ്ങി കയറിയപ്പോഴാണ് നീ ആഹാ, ഇങ്ങനൊരു അഭിഷേകം നിന്റെ അകത്തുണ്ടായിരുന്നു. തീക്കകത്തൊന്ന് ശദ്രയ്ക്ക് മേശയ്ക്ക് ആപത്തിലേക്ക് ഇറങ്ങി, ആഹാ, ഞങ്ങൾക്ക് ഇങ്ങനൊരു അഭിഷേകം ഉണ്ടായിരുന്നു. ഗോലിയാത്തിനെ താഴെട്ട് ദാവീദ്, ആഹാ, എനിക്കിത് സാധ്യമായിരുന്നു. വെളിപ്പെടാതിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഇന്ന് രാത്രി നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾ ഏത് വിഷയത്തിലാണോ ഭാരപ്പെടുന്നത് അതിനെ മറികടക്കുന്ന ഒരു അഭിഷേകം നിങ്ങളുടെ മേൽ കൈവയ്ക്കുന്ന അഭിഷിക്തന്റെ മേലല്ല, നിങ്ങൾ കേൾക്കുന്ന ഓഡിയോ മെസ്സേജിന്റെ മേലല്ല, നിങ്ങൾ എവിടെ വിളിക്കുന്ന പ്രയർ ടവറിൽ വിളിക്കുന്ന അവിടുത്തെ 24 hours പ്രയർ ടവറിൽ പ്രാർത്ഥിക്കുന്ന അവരുടെ ശക്തിയിലല്ല. നിങ്ങളുടെ അകത്തൊരു അഭിഷേകം ഇരിപ്പുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ആ പ്രാർത്ഥന അത്ഭുതമായി മാറും. നിങ്ങൾ കൽപ്പിക്കുമ്പോൾ ഭൂതങ്ങൾ ഓടിപ്പോകൂ. നിങ്ങൾ രോഗിയുടെ മേൽ കൈവച്ച സൗഖ്യമാകും. ഇതിനകത്തിരിക്കുന്ന എത്ര പേര് എനിക്ക് സാക്ഷി അയച്ചിട്ടുണ്ടെന്നറിയോ? കുഞ്ഞിന് സുഖമില്ലാതെ വന്ന് ഇവര് പ്രാർത്ഥിച്ച് സൗഖ്യമായ സാക്ഷ്യം. വീട്ടിൽ ജോലിക്ക് വന്നവർക്ക് വേണ്ടി ഇവർ പ്രാർത്ഥിച്ച് സൗഖ്യമായ വിഷയം. ചിലർക്ക് ചില വിഷയങ്ങൾ വന്നിട്ട് പ്രയാസത്തിലായിട്ട് പ്രാർത്ഥിച്ച് സൗഖ്യമായ വിഷയം. ചിലര് കുഞ്ഞുങ്ങളുടെ ചില വിഷയത്തിൽ, ജോലിയുടെ വിഷയത്തിൽ ഭാരപ്പെട്ടിരുന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് അത്ഭുതം കിട്ടിയ കാര്യം. കുഞ്ഞുങ്ങളുടെ സ്കൂളിന്റെ അഡ്മിഷന് വേണ്ടിയിട്ട് ഒരു വഴിയില്ലാതിരുന്ന് പ്രാർത്ഥിച്ച് അത്ഭുതം കിട്ടിയ വിഷയം. അപ്പോഴ് ഈ കഷ്ടതയിൽ നമ്മൾ മഹത്വം, വെളിപ്പെടുന്ന മഹത്വമാണെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഇപ്പൊ നീ പേടിക്കും. കാരണം മഹത്വം ഇപ്പൊ ഇല്ലല്ലോ. പക്ഷേ കഷ്ടതയുടെ നടുവിൽ നീ മനസ്സിലാക്കിക്കോളം, പോയി പണി നോക്കടാ വിചാരേ. നിന്റെ ഈ പ്രശ്നത്തെ അതിജീവിക്കുന്ന ഒരു അഭിഷേകമായിട്ട് ഞാൻ നടക്കുന്നത്. കൂരിരുട്ട് താഴ്വഴിക്കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടത്തില്ല. കാരണം ഈ കൂരിരുട്ടിനെ വെളിച്ചമാക്കുന്ന ഒരു ദൈവം എന്റെ കൂടെ ഇരിപ്പുണ്ട്. എന്റെ കൂടെ എന്റെ ദൈവം ഇരിപ്പുണ്ട്. ഇരുട്ടിൽ നിന്ന് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞൊരു കർത്താവ് എന്റെ അകത്ത് ഇരിപ്പുണ്ട്. അപ്പോഴാണോ പേടിപ്പിക്കാൻ വരുന്നത്? തീയിൽ കുരുത്തത് വെയിലത്ത് വാടത്തില്ല. ഇത് തീക്കകത്ത് മുളച്ചു വന്നതാ. ക്രിസ്തുവിന്റെ കൃപയിൽ വളർന്നു വന്നതാ. ഒരു പ്രതിസന്ധിക്കും പിടിച്ചൊതുക്കാൻ പറ്റത്തില്ലെന്നേ. പറ്റത്തില്ല. ചുവടുകൾ വെച്ച്, വിശ്വാസത്തിന്റെ ചുവടുകൾ വെച്ച്, ധൈര്യത്തോടെ ചുവടുകൾ വെച്ച്, ധൈര്യത്തോടെ സ്റ്റെപ്പുകൾ എടുത്ത്, ചെയ്യാൻ കഴിയാതിരുന്ന കാര്യം ധൈര്യത്തോടെ ചെയ്തേ. ഈ നമ്മുടെ അടുത്ത ദിവസത്തെ മീറ്റിംഗില്ലേ, ആ മീറ്റിംഗിന് അവിടെ നിങ്ങൾ ആരെങ്കിലും വിളിച്ചുകൊണ്ട് വരുന്നെങ്കിൽ അവരെ എന്റെ അടുത്ത് കൊണ്ടുവരരുത് പ്രാർത്ഥിക്കാനായിട്ട്. അച്ഛാ, ഇവർക്ക് ഇന്ന വിഷയമുണ്ട് പ്രാർത്ഥിക്കാൻ വന്നേ. അല്ല, നിങ്ങൾ പറയണം ആ ആരാധനയുടെ അന്തരീക്ഷത്തിൽ അവിടെ ആ വചനം കേട്ടോണ്ടിരിക്കും. നിങ്ങൾ കൈവച്ചിട്ടുള്ള യേശുവിന്റെ നാമത്തെ ഞാൻ കൽപ്പിക്കുന്നു, രോഗാത്മാവെ ഈ സഹോദരന്റെ മേൽ വാടാൻ നിനക്ക് അധികാരമില്ല. ഇപ്പൊ ഞാൻ കൽപ്പിക്കുന്നു, വിട്ടുപോകാൻ പറഞ്ഞ അവിടെ അത്ഭുതം നടക്കണം. അന്ന് ആ ക്യാൻസറിന്റെ അത്ര സിവിയറായ അവസ്ഥയിൽ ആ വ്യക്തിയെ സൗഖ്യമാക്കിയെങ്കിൽ
നമുക്കൊരു കാര്യം ഷുവറാണ്, വരുന്ന മീറ്റിംഗിൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നടക്കും. അത് ആരെങ്കിലും പ്രത്യേക അഭിഷേകമുള്ള ആൾ കൈവയ്ക്കുമ്പോഴാൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ആമേൻ. അപ്പൊ നമ്മിൽ വെളിപ്പെടാതിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഇപ്പോഴത്തെ ഘട്ടങ്ങൾ സാരമില്ലെന്നേ, സാരമില്ല. അപ്പൊ നമ്മൾ പലപ്പോഴും ഈ ചിന്തിച്ചു നോക്കിക്കേ, ഈ ഓട്ട മത്സരം ഒക്കെ ഇല്ലേ, ഓട്ട മത്സരം, ഓട്ട മത്സരം കണ്ടോണ്ടോ നിങ്ങൾ? ഈ ഓട്ട മത്സരത്തിൽ ഓടുന്ന ആള് അയാൾ പ്രൂവ് ചെയ്യാണ് എനിക്ക് ഓടാൻ പറ്റും. ഓട്ടം തീരുമ്പോഴാണ് പറയുന്നത് എനിക്കിത് പറ്റുമെന്ന് പ്രൂവ് ചെയ്ത് അവിടെ, അല്ലാതെ ഓടാൻ വന്നത് പേടിച്ചിട്ട് വന്നല്ല. ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ഇതൊക്കെ ചാടുമ്പം അദ്ദേഹം പറയുകയാണ് എനിക്കിത് കഴിയുമെന്ന് പ്രൂവ് ചെയ്യുക. ആ ജമ്പ് ചെയ്യുന്നവന് ഒരു എത്രയാ 2 മീറ്ററോ 3 മീറ്ററോ ഹൈ ജമ്പ് ചാടുന്ന ആ ഒരു വ്യക്തി അവൻ അവിടെ പ്രൂവ് ചെയ്യാം ഇത്രയും ഉയരത്തിൽ വെച്ചിരിക്കുന്ന ഈ ഒരു ചാലഞ്ച് എനിക്ക് വിഷയമല്ല, ഇതിനെ ചാടാനുള്ള അഭിഷേകം എന്റെ തിരിപ്പുണ്ട്. ആ ഒരു സ്ഥലത്തെത്തിയപ്പോ പ്രത്യേകിച്ച് 2 ചിറകം വെച്ചിട്ട് പറഞ്ഞതല്ല, ഓൾറെഡി അവനകത്ത് ചാടാനുള്ള അഭിഷേകം ഇരിപ്പുണ്ട്, ചാടിയതാ. നമ്മിൽ വെളിപ്പെടാണ്ടിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ അപ്പൊ നമ്മൾ എന്ത് പറയുന്നത്? ഇങ്ങോട്ട് വരട്ടെ ഗോലിയാത്തെ, വാടാ മക്കളെ വാ. എന്റെ അകത്തൊരു അഭിഷേകമുണ്ട്. എന്റെ സഹോദരങ്ങളുടെ നടുവിൽ വെച്ച് എന്നെ കർത്താവ് അഭിഷേകിച്ചത്, ഹല്ലേലൂയ, അത് ആമേൻ, അന്യഭാഷ പറഞ്ഞ് നിർത്താനല്ല, കൈയടിച്ചിട്ട് നിർത്താനല്ല, അപ്പന്റെ ആടുകളെ മേച്ച് അവയ്ക്ക് വെള്ളവും കൊടുത്ത് കഞ്ഞിവെള്ളവും കൊടുത്ത് അവയ്ക്ക് പുല്ലും പറിച്ചു കൊടുത്ത് തീർക്കാനുള്ളതല്ല, രാജ്യങ്ങളെ നേടാൻ വേണ്ടിയുള്ളതാ, ദേശങ്ങളെ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ളതാ, ദൈവജനത്തിന് വേണ്ടി മുമ്പിൽ നിൽക്കാനുള്ളതാ, ആരാധനയിൽ വളരാനുള്ളതാ, സങ്കീർത്തനങ്ങൾ എഴുതാനുള്ളതാ, ജനത്തെ ബലപ്പെടുത്താനുള്ളതാ, ദേശത്തിന് വേണ്ടി മുമ്പിൽ നിൽക്കാനുള്ളതാ. ഇനി വചനം പറഞ്ഞുകൊണ്ടിരിക്കുമോ, ഇത് കേട്ടുകൊണ്ടിരിക്കുമോ, പല ഭവനങ്ങളിലേക്ക്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലരുടേക്കും ആമേൻ ഇന്ന് രാത്രിയിൽ ഒരു അഭിഷേകത്തിന് തീ കത്തുന്നു. ഇതുവരെ നീ തിരിച്ചറിയാത്തതൊന്ന് നിന്റെ അകത്തിരിപ്പോളെന്നൊരു തിരിച്ചറിവ് ഇന്ന് രാത്രി ആത്മാവിൽ പ്രാപിക്കുക. ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് നിന്റെ അകത്തൊരു നെടുവീർപ്പ് വരുന്നില്ലേ? നിനക്ക് വലിയൊരു ഉണർവിന്റെ ശുശ്രൂഷ നിന്റെ കയ്യിലുണ്ട്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിനകത്ത് കമ്പാഷൻ വരുന്നില്ലേ? നിനകത്തൊരു സൗഖ്യദായ ശുശ്രൂഷ ഇരിപ്പുണ്ട്. മദ്യപിക്കുന്നവരെ തകർന്നവരെ കുറിച്ച് കാണുമ്പോ നിന്റെ അകത്തൊരു വിഷമം വരാറില്ലേ? അവരെ വിട്ടുവെക്കുന്ന ഒരു ശുശ്രൂഷ നിന്റെ അകത്തിരിപ്പുണ്ട്. ആമേൻ. വെളിപ്പെടാതിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഇപ്പോഴത്തെ സകല് ചിലപ്പോ നാണക്കേടായിരിക്കാം, ചിലപ്പോ നിനക്ക് സംസാരിക്കാനുള്ള മടിയായിരിക്കാം, പ്രാർത്ഥിക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം, എന്തോ ആണെങ്കിലും ഇന്നത്തെ ഘട്ടങ്ങൾ സാരമില്ല. വെളിപ്പെടുന്ന തേജസ്സിനെ കുറിച്ച് ചിന്തിക്കുക. അകത്തിരിപ്പുണ്ടത്. ഹല്ലേലൂയ. യെസ്, അകത്തിരിപ്പുണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഞാൻ ശുശ്രൂഷയുടെ ആരംഭ നാടുകളിൽ 17 വയസ്സ് 16 വയസ്സ് പൂർത്തിയായ 17 വയസ്സ് ആയ സമയത്ത് അപ്പൊ ഞാനൊരു സ്ഥലത്ത് ഒരാൾക്ക് ഒരു കുഞ്ഞിന് തലവേദനയാണെന്ന് പറഞ്ഞ് എന്നെ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു. ഞാനും കൊച്ചു പയ്യന, 16-17 വയസ്സേ ഉള്ളൂ. ഞാനവിടെ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോ പെട്ടെന്ന് ആ കുഞ്ഞിന്റെ മേലിൽ നിന്ന് ഒരു പൈശാചിക ശക്തി ഇങ്ങനെ വെളിപ്പെടാൻ തുടങ്ങി. ചില നിമിഷങ്ങൾക്കകം പൂർണ്ണമായ വിടുതൽ ആ കുഞ്ഞിന് കർത്താവ് കൊടുത്തു. വർഷങ്ങളായിട്ടിരുന്ന മൈഗ്രെയിൻ പൂർണ്ണമായിട്ട് സൗഖ്യമായി. എനിക്ക് അന്നാണ് വെളിപ്പെടുന്നത് എനിക്ക് ഇങ്ങനൊരു കൃപയുണ്ടെന്ന്. ആ സമയത്ത് വന്നതല്ല കൃപ, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിശ്വാസത്തോടെ എക്സസൈസ് ചെയ്തപ്പോൾ അവിടെ അത്ഭുതം നടന്നു. ഞാൻ പറയാം, രോഗികളുടെ കാര്യം പറഞ്ഞുകൊണ്ട് നടക്കരുത്, നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കുന്നവരായി മാറണം. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ലപോലെ സംസാരിക്കാൻ അറിയത്തില്ലായിരിക്കും, നിങ്ങൾക്ക് നല്ല ഭാഷയിൽ പ്രാർത്ഥിക്കാൻ അറിയത്തില്ലായിരിക്കും. ചിലർ വളരെ മനോഹരമായി പ്രാർത്ഥിക്കാൻ കഴിവുള്ളവർ നമ്മുടെ കൂടെ തന്നെയുണ്ട്. പക്ഷെ ചിലർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള ഗിഫ്റ്റ് ഇല്ലായിരിക്കും. ചിലര് നല്ലപോലെ വചനം പറയുന്ന പ്രാപ്തിയുള്ളവർ നമ്മുടെ കൂടെ ഉണ്ട്. നിങ്ങളിൽ ഒരുപക്ഷെ വചനം പറയാനുള്ള പ്രാപ്തി നിങ്ങൾക്കില്ലായിരിക്കും. ചിലർ പെട്ടെന്ന് പ്രവചനാത്മാവിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ന് ഞാൻ സഹോദരനോട് സംസാരിച്ച് പലരും പ്രൊഫറ്റിക്കലി നമ്മളെ വരുന്ന മീറ്റിങ്ങിനെ കുറിച്ചുള്ള ദൂതുകൾ, ഓഡിയോ മെസ്സേജ് ഒരുപാട് പേര് അയച്ചെന്ന് ബ്രദർ എന്നോട് പറയാനിടയായി. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും പലരും വലിയ
പ്രവചന അദ്ദേഹം പറയായിരുന്നത് അന്ന് കണ്ടറിഞ്ഞാൽ മതി അച്ഛാ, ഭയങ്കര ദൂതുകളാ എന്ന് പറയാനിടയായി. ചിലർക്ക് അങ്ങനെ പ്രൊഫറ്റിക്കലായിട്ടൊരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് കാണത്തില്ല. അത് നിങ്ങൾക്ക് പ്രവചനപരം ഇല്ലാത്തത് കൊണ്ടല്ല, നിങ്ങൾക്കത് വെളിപ്പെടാത്തത് കൊണ്ടാണ്, നിങ്ങളത് അറിയാത്തത് കൊണ്ടാണ്. നിങ്ങൾ വാ തുറന്നൊന്ന് പറയാൻ തുടങ്ങിക്ക്, നിങ്ങൾ വാ തുറന്നൊന്ന് പ്രാർത്ഥിച്ച്, നിങ്ങൾ ചിലതിനോടൊന്ന് കൽപ്പിച്ച്, നിങ്ങൾ ചില രോഗികൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, നിങ്ങളുടെ വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടി കഴിയുന്ന പരിപാടി ഒന്ന് മടുത്ത് എനിക്ക് മടുത്ത്, ഇതിങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്ന് മടുത്തു, എനിക്ക് ഇതെല്ലാം കൂടെ ഈ വിഷമമൊക്കെ സഹിച്ച് മടുത്ത് ഞാൻ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക. എനിക്കിങ്ങനെ ഇരുന്നാ പോരാ, എന്റെ അകത്ത് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ശക്തിയുള്ള ഒരുവൻ എന്റെ അകത്തിരിപ്പുണ്ട്. ആ ബോധ്യത്തോടുകൂടെ എഴുന്നേൽക്കുക, ആ ബോധ്യത്തോടുകൂടെ എഴുന്നേൽക്കുക. യെസ്, നമ്മിൽ വെളിപ്പെടാതിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഇന്നത്തെ കഷ്ടങ്ങൾ സാരമില്ല. ആമേൻ. വെളിപ്പെടാനുള്ള തേജസ്, വെളിപ്പെടാനുള്ള തേജസ്. നമുക്ക് ഒരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. വചനം ഇങ്ങനെ പറയുന്നത്, ഞാൻ അവനെ സ്നേഹിച്ച് എന്റെ വചനത്തെ 14-ാമത്തെയും 22-ാം വാക്യം, യോഹന്നാൻ 14:22. വല്ലാത്ത യൂദ അവനോട്, കർത്താവെ, എന്തു സംഭവിച്ചിട്ടാകുന്നു? നീ ലോകത്തിനല്ല ഞങ്ങൾക്കത്രേ നിന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്നത് എന്ന് ചോദിച്ചു. 21 കൂടെ വായിക്കണേ, അപ്പോഴാണ്. എന്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ചു, അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. എന്നെ തന്നെ വെളിപ്പെടുത്തും. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുകയാണ്, എന്ത് സംഭവിച്ചിട്ടാവുന്ന ലോകത്തിനല്ല ഞങ്ങൾക്ക് നീ വെളിപ്പെടുത്താൻ പോകുന്നത് എന്ന്. അപ്പൊ അത് വരുന്ന ദിവസങ്ങളിൽ ആ വാക്യത്തിലേക്ക് വരാം. ആ വാക്യത്തിലേക്ക്, അതായത് വെളിപ്പെടുത്തും. ആരെ വെളിപ്പെടുത്തും? ക്രിസ്തുവിനെ വെളിപ്പെടുത്തും. എന്ന് പറഞ്ഞാൽ ക്രിസ്തു വെളിപ്പെടുത്തുന്ന സമയത്തല്ല ക്രിസ്തു ആകുന്നത്, അവൻ ക്രിസ്തുവാണെന്നത് വെളിപ്പെടുത്തും. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ, ഇന്ന് രാത്രി നിങ്ങളുടെ അകത്ത് ആ വെളിപ്പാട് ഒന്ന് വെളിപ്പെട്ടു വരട്ടെ, വെളിപ്പെട്ടു വരട്ടെ. ആമേൻ. ഇന്ന് രാത്രി നമ്മിൽ വെളിപ്പെടാതിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഇന്നത്തെ കഷ്ടങ്ങൾ സാരമില്ല, സാരമില്ല. നമ്മിൽ വെളിപ്പെടാതിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഇപ്പോഴത്തെ കഷ്ടങ്ങൾ സാരമില്ല, സാരമില്ല, സാരമില്ല. തള്ളിക്കള, അതിനെ എടുത്തുകള, ദൂരക്കള. എന്നിട്ട് സന്തോഷത്തോടെ പറ, ആമേൻ, ഹല്ലേലൂയ, എന്റെ അകത്തൊരു തേജസ് ഇരിപ്പുണ്ട്. യെസ്, ഹല്ലേലൂയ. പുറമെ പ്രതികൂലങ്ങളായിരിക്കാം, പുറമെ സാമ്പത്തിക വിഷയങ്ങളായിരിക്കാം, ശരീരത്തിൽ രോഗമായിരിക്കാം, വീട്ടിനകത്ത് വഴക്കായിരിക്കാം, ഹല്ലേലൂയ, പഠിത്തത്തിനകത്ത് ആമേൻ ബുദ്ധിയില്ലായ്മയായിരിക്കാം, എന്തെല്ലാം ഒന്നിനെ അലട്ടുന്നുണ്ടായിരിക്കാം. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, പുറമെ നീ എത്ര വെല്ലുവിളി നേരിടുന്നോ അതിനെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കുവാൻ ശക്തമായി ഒന്ന് നിന്റെ അകത്ത് ഇരിപ്പുണ്ട്. അത് നിനക്കൊന്ന് വെളിപ്പെട്ട് കിട്ടിയാൽ മാത്രം മതി, അവസ്ഥ മാറും. നിനക്കൊന്ന് വെളിപ്പെട്ട് കിട്ടിയാൽ മാത്രം മതി, അവസ്ഥ മാറും. നിങ്ങൾക്കൊന്ന് വെളിപ്പെട്ട് കിട്ടിയാൽ മതി, അവസ്ഥ മാറും. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും ബൈബിള്, പേന, പെൻസില്, ആമേൻ, ബുക്ക് എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ചില നിമിഷങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളുടെ സാഹചര്യം അനുകൂലമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കരങ്ങളെയൊക്കെ ഒന്ന് അടിച്ച് ഹല്ലേലൂയ, ചില നിമിഷങ്ങൾ അന്യഭാഷയിൽ ഒന്ന് സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ, നിങ്ങൾക്ക് ചിലപ്പോൾ അന്യഭാഷയുടെ അഭിഷേകം ഇല്ലാത്തവരെ നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ ചില നിമിഷങ്ങൾ ഒന്ന് സ്തോത്രം ചെയ്ത് ഒന്ന് വിട്ടുകൊടുത്ത്, ചില നിമിഷങ്ങൾ അന്യഭാഷയുള്ളവര് നല്ല ശക്തിയോടെ അന്യഭാഷയിൽ ഒന്ന് ആരാധിച്ച് സ്തോത്രത്തോടെ ഇന്ന് രാത്രി വെളിപ്പെടാതെ നിങ്ങളിൽ ആ തേജസ് ഒന്ന് വെളിപ്പെടട്ടെ, ആ മഹത്വം ഒന്ന് വെളിപ്പെട്ട് വരട്ടെ, നിങ്ങളുടെ അകത്ത് ആ ബോധ്യം വരട്ടെ. ഇന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ പ്രൊഫറ്റിക്കലായിട്ടുള്ള
അഭിഷേകം വെളിപ്പെടാൻ പോവാ. പ്രവചനപരം ചിലരിൽ വെളിപ്പെടാൻ പോവാ. ആമേൻ. ഇന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രോഗികളെ സൗഖ്യമാക്കുന്ന ഒരു പ്രത്യേക കൃപ നിങ്ങളിൽ ഉണ്ടെന്നത് വെളിപ്പെടാൻ പോവാ. ആമേൻ. ഇന്ന് രാത്രിയിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മേൽ, ചിലരുടെ മേൽ ഹല്ലേലൂയ ചില പുത്തൻ അഭിഷേകം, അതായത് ആമേൻ, ഇന്ന് വരെ പറഞ്ഞിട്ടില്ലാത്ത ചില പുതിയ ഭാഷകളിൽ ആരാധിക്കുന്ന പോലെ പുത്തൻ അഭിഷേകമല്ല, അഭിഷേകം ഒന്നേ ഉള്ളൂ. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ഒരു പുതിയ ഭാഷയിൽ ആത്മാവിൽ സംസാരിക്കുന്ന പോലെ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടട്ടെ. ആമേൻ. വെളിപ്പെടാതിരിക്കാൻ തേജസ്, അതേ ഹല്ലേലൂയ, പ്രതിസന്ധികളെ ഹല്ലേലൂയ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന, ആമേൻ, ഏത് വലിയ വെല്ലുവിളികളെയും ചവിട്ടി അരച്ച് അതിന്റെ മേൽ ജയം ആഘോഷിച്ച് മുന്നോട്ട് പോകുന്ന അഭിഷേകത്തിന്റെ പകർച്ച ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഓരോരുത്തരും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ യെസ് in the name of Jesus. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ആരെങ്കിലും രോഗികളായിട്ട് എന്നെ കാണുന്നുണ്ടോ? നിങ്ങളുടെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾ ഒരു കാര്യം പ്രാർത്ഥിക്കുക, കർത്താവേ സൗഖ്യമാക്കാനുള്ള കൃപ എനിക്ക് തരണമെന്ന് പറ. അപ്പൊ നിങ്ങളുടെ രോഗത്തെ സൗഖ്യമാക്കാൻ നിങ്ങൾക്ക് ശക്തി കിട്ടും. നിങ്ങളുടെ വീട്ടിലുള്ളവരെ സൗഖ്യമാക്കും, നാട്ടിലുള്ളവർ സൗഖ്യമാക്കും. ഇന്ന് രാത്രിയിൽ യെസ് ആമേൻ, തുടർന്ന് ശക്തിയോടെ യെസ് ഹല്ലേലൂയ ഒന്ന് വിട്ടുകൊടുത്ത് ഹല്ലേലൂയ ഒന്ന് സ്തോത്രം ചെയ്ത് ഇന്ന് രാത്രി പല ഭവനങ്ങളിലേക്കും ആത്മാവിന്റെ അസാധാരണമായ പ്രവാഹം ഒഴുകുന്നു. ആമേൻ. യേശുവിന്റെ സാന്നിധ്യം എല്ലാ ഭവനങ്ങളിലേക്ക് അതായത് വെളിപ്പെട്ടു വരുന്നു. ഭവനങ്ങളിൽ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നുള്ളത് അറിയാതെ കിടന്ന വീടുകളിൽ ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. ആരോ പൈശാചിക ബാധയെ കുറിച്ച് ഭയമുള്ള ഒരാള്, ആമേൻ, അല്ലെങ്കിൽ എന്തോ ബാധയും പ്രശ്നവും ഒന്നും അവർക്കില്ല, പക്ഷെ അവരുടെ ഉള്ളിൽ പേടിയാ. എനിക്ക് ബന്ധനം ഉണ്ടോ എന്നൊരു പേടി, എവിടുന്നോ കേട്ടൊരു ദൂത് കേട്ടിട്ട് ബന്ധനം ഉണ്ടോന്നൊരു പേടി, പിശാച് എന്നിൽ വസിക്കുന്ന ആരോ ഭയത്തോടെ എന്ന് രാത്രി ജോയിൻ ചെയ്തു. നിനക്കുന്ന ഒരു സത്യം നിനക്കറിയാമോ? നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരം, പിന്നെ അവിടെ എങ്ങനെ പിശാച് കയറി വസിക്കുന്നത്? ഇന്ന് ആ ഭയം മാറിപ്പോട്ടെ. യേശുവിന്റെ നാമത്തില് ആ ഭയം മാറിപ്പോട്ടെ, നിരാശ മാറിപ്പോട്ടെ യേശുവിന്റെ നാമത്തില്. ആമേൻ. അത്ഭുതകരമായ വിടുതൽ സംഭവിക്കട്ടെ കർത്താവ്, അത്ഭുതകരമായ വിടുതൽ സംഭവിക്കട്ടെ. ജയത്തോടെ ഓരോരുത്തരെയും അപ്പ അവിടുന്ന് ജയകരമായി നടത്തുന്നതിനായി സ്തോത്രം. കർത്താവ് ഓരോരുത്തരെയും തൊട്ടതിനായിട്ട് നന്ദി പറയുന്നു. അഭിഷേകത്തിന്റെ മഹാനദി ഓരോ ഭവനങ്ങളിലേക്കും ഒഴുകിയതിനായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ വീടുകളുടെ അകത്ത് രക്ഷിക്കപ്പെടാത്ത മക്കൾക്ക് വേണ്ടി പ്രയാസപ്പെടുന്ന മാതാപിതാക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. മക്കളെ വിടുവിക്കപ്പെടട്ടെ കർത്താവ്. രക്ഷിക്കപ്പെടാത്ത സഹോദരങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവർ, രക്ഷിക്കപ്പെടാത്ത മാതാപിതാക്കളെ കുറിച്ച് ഭാരപ്പെടുന്നവർ, ഇന്ന് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ രക്ഷയിലേക്ക് വരട്ടെ, മാതാപിതാക്കളുടെ രക്ഷയിലേക്ക് വരട്ടെ, സഹോദരങ്ങളുടെ രക്ഷയിലേക്ക് വരട്ടെ. ഈ ദിവസങ്ങളിൽ വലിയ വിടുതൽ എല്ലാ ഭവനങ്ങളിലും വെളിപ്പെടട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.